ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. താങ്കൾ ചോദിച്ചല്ലോ, UPA ഈ രാജ്യത്തിന്റെ മുഖമായി താങ്കൾ കാണിച്ചല്ലോ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ബിൽക്കീസ് ബാനു കേസിൽ നിങ്ങൾക്കിത് എവിടെ പോയി? ഒരു മുൻ MP ആയിരുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തിയെ നിങ്ങളുടെ പോലീസിന് മുമ്പിലിട്ട് വെടിവെച്ചു കൊന്നപ്പോൾ എവിടെയായിരുന്നു ഉല്ലാസ് ബാബു? താങ്കളുടെ ഈ രോഷം. നമുക്ക് മണിപ്പൂര് എടുക്കാമെന്നേ. BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ BJPയുടെ ഈ മണിപ്പൂരൊന്നും ഇനി ഓടില്ല. അയർ ബിജു, മണിപ്പൂരൊന്നും ഇനി ഓടില്ല. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അനിൽ നമ്പ്യാർ, നമുക്ക് മണിപ്പൂർ എടുക്കാം. ആയുർ ബിജുവാ, നമുക്ക് മണിപ്പൂർ എടുക്കാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മണിപ്പൂർ എടുക്കാന്ന്. കേരളത്തിനകത്ത് വാളയാറിൽ സംഭവിച്ച കുട്ടികൾക്കോട് പോലീസ് നിലപാടെന്തായിരുന്നു? ശ്രീജിത്തിനെ, വരാപ്പുഴ ശ്രീജിത്തിനെ ആളിലേക്ക് കൊണ്ടുപോയി കൊന്ന പോലീസിനോട് നിങ്ങളെടുത്ത നടപടി എന്തായിരുന്നു? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വരാപ്പുഴയിൽ ശ്രീജിത്തിനെ കൊന്ന പോലീസുകാരൻ, അതിന്റെ പുറകിൽ നിന്ന പോലീസുകാരൻ ഇന്ന് സേനയിലുണ്ട് സാർ. നാട്ടമില്ലാത്ത മന്ത്രി അയാളെ തിരിച്ചെടുത്തിരിക്കുന്നു. ആഴത്തമില്ലാത്ത മന്ത്രി അയാളെ തിരിച്ചെടുത്തിരിക്കുന്നു. ആദ്യം ചോദ്യം ചെയ്യേ. ഞാനത് ചോദിക്കരുതായിരുന്നു. കൊലപാതകികൾക്ക്, അതുപോലെ ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക് അവർക്ക് രക്തസാക്ഷിത്വം നൽകി, വീരപരിവേഷം നൽകി അവർക്ക് സ്മാരകം പണിയുന്ന ആ രീതിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതിന് നേരത്തെ മറുപടി പറഞ്ഞു. പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞില്ല. കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ കുട്ടി എന്താ പറഞ്ഞ? കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒരൊലക്ക കിട്ടുമോ? എന്ത് വിഡിത്താണ് ആയുർ ബിജു പറയുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളാണോ ഈ രക്തസാക്ഷികൾ? ബോംബുണ്ടാക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് മരിച്ചവരെയാണോ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഉപമിക്കുന്നത്? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന ഉല്ലാസ് ബാബുവിന്റെ പാർട്ടി എവിടെയായിരുന്നു? അദ്ദേഹത്തിനകത്ത് നൽകിയ RSS എവിടെയായിരുന്നു? പ്രിയപ്പെട്ട ആയുർ ബിജു, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ?